കൂട്ടുകാര് പ്രത്യേകിച്ച് നമ്മുടെ പയ്യന്നൂർക്കാരൊക്കെ ഒന്ന് റെഡി ആയിട്ടിരുന്നോ. വെള്ളോറ സൈഡിൽ നിന്ന് ഒരാൾ വരാൻ യെല്ലോറയെന്നോ? അല്ലല്ല വെള്ളോറ ഓക്കെ. ഒരാള് വരാൻ പോവാണ്. നമ്മുടെ ജഗത്ത് എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. ഈ ജഗത്ത് നിന്ന് കേൾക്കുമ്പോ വലിയ സംഭവമായിട്ട് തോന്നും കേട്ടോ. ശരിക്കും അതെ. കുഞ്ഞൂട്ടനാണോ? അതാണ് അത് കുഞ്ഞൂട്ടനാണല്ലേ? അത് സത്യം. അത് സത്യമാണ്. അത് സത്യം. കുഞ്ഞൂട്ടാ, ആ. ഇത് ആദ്യത്തെ പാട്ടല്ലേ പാടാൻ പോണ്? ഫൈനൽ ഓഡിഷൻ ഒരു വട്ടം പാടി. ഇനി ഞാൻ പറഞ്ഞു സീസൺ തുടങ്ങിയ പിന്നെ ഓഡീഷന്റെ കാര്യം വിട്, അത് കഴിഞ്ഞു പോയി. അങ്ങനെയല്ലേ സെലക്ഷൻ കിട്ടിയത്. ഇതിപ്പോ ആദ്യത്തെ മത്സരമല്ലേ, മത്സരത്തിൽ ആദ്യമായിട്ട് പാടുന്ന പാട്ടല്ലേ? അതെ. ഇതുവരെയുള്ള ഈ യാത്രയിൽ എന്താണ് തോന്നുന്നത്? നല്ല ഹാപ്പി. ഹാപ്പിയാണ്. ആ. നാട്ടിൽ ഫ്ലെക്സ് വെച്ച് തുടങ്ങിയോ? ഫ്ലെക്സ് വെച്ച് ഒരു വട്ടം പാടി. അവൻ പറഞ്ഞിട്ടുണ്ട് വെക്കാൻ, അവര് വെച്ചില്ല. പാടി ഫ്ലെക്സ് വെപ്പിക്കണം അവരെ കൊണ്ട്. അത് വെപ്പിക്കും. Okay, അതാണ് കോൺഫിഡൻസ്. അതെ, അതാണ് ജഗത്തിന്റെ കോൺഫിഡൻസ്. ഇപ്പൊ മനസ്സിലായില്ലേ ജഗത്തല്ല, പേരെന്തുകൊണ്ടാണ്? കുഞ്ഞൂട്ടൻ. കുഞ്ഞൂട്ടൻ. കുഞ്ചുസേ, കുഞ്ഞൂട്ടൻ. ഞാൻ ഇപ്പൊ കുഞ്ചൂസ് എന്ന് വിളിക്കാനാ അത് ഇനിയും ഉദ്ദേശിക്കുന്നത്. ഷോർട്ട്. പക്ഷെ എന്റെ പേര് കുഞ്ഞൂട്ടൻ എന്നാ എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. ഇവിടുന്ന് 8 പേരാണ്. അപ്പൊ ഞങ്ങള് കുഞ്ചൂസ് എന്ന് വിളിച്ചല്ലോ വിരോധം ഉണ്ടോ? തല്ലു അല്ലേ? ഒരു ചെറിയ പോയിന്റ് വിരോധം ഉണ്ടല്ലോ. ഉണ്ട്, ഉണ്ട്. ഓക്കെ, കുഞ്ഞൂട്ടൻ തന്നെ ആയിക്കോട്ടെ. ശരി. കുഞ്ഞൂട്ടാ ആ. ക്ലാസ് ലീഡർ അല്ലേ? ക്ലാസ് ലീഡർ, സ്കൂൾ ലീഡറാ. സ്കൂൾ ലീഡറാണോ? എന്റെ ദൈവമേ, അയ്യോ, ചെറിയ സംഭവം അല്ല, ജഗത്താണ് അവിടെ. ജഗത്താണ്. അവിടെ ജഗത്താണ്. അപ്പൊ എങ്ങനെ എല്ലാരും സോപ്പിടുന്നേ? സോപ്പിടലൊന്നുമില്ല, ഇങ്ങോട്ട് തന്നെ വോട്ട് ചെയ്യുന്നത്. ഞാൻ ക്ലാസ്സിൽ പോയി പറഞ്ഞതേലു. അത്രയ്ക്ക് ആരാധനയാണ് എല്ലാവർക്കും അല്ലേ? ഫാൻ ബേസ്. നന്നായിട്ട് പാടൂ. പ്രതീക്ഷയുണ്ട്. 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 ആദ്യമായിട്ട് പാടുന്ന പാട്ട് ഏതാണ്? നീർമിഴിപ്പീലിൽ. നീറല്ല, നീറല്ല, നീളാന്ന് അറിയാം. പക്ഷെ ഒറിജിനൽ സോങ്ങില് നീർമിഴി. ഒറിജിനലി നീൾന്നാണ്, നീൾമിഴിയാണ്. പക്ഷെ പാടിയിട്ടില്ല നീർ. അത് നോക്കണ്ട, ഒറിജിനൽ വാക്ക് എന്താ നോക്കിയാ എങ്ങനെ പാടണ്ട്? നീൾമിഴി പാടിയാ മതി. എനിക്ക് പേടിയായിട്ടോ. അപ്പൊ എങ്ങനെ പാടണേ? നമ്മളെ പേടിപ്പിക്ക. അപ്പൊ ഇങ്ങനെ പേടിപ്പിച്ചാ വോട്ട് വാങ്ങിച്ചല്ലേ? അതൊന്നല്ല, ചെറിയൊരു സമയം തരൂലു ക്ലാസ്സിലെല്ലാം പോയി പറയാൻ. അന്നേരം ഇവിടെ പേടിപ്പിക്കാൻ സമയം വേണ്ടി. ഇങ്ങനെയൊക്കെ പറഞ്ഞാ പോരെ പേടിക്കാനായിട്ട്. അതൊന്നുമില്ല. അപ്പൊ പാടുന്ന പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കേട്ടാ കൊള്ളാം. സിനിമ, വചനം, സംഗീതം മോഹൻ സിത്താര സാർ, പാടിയത് യേശുദാസ് സാർ, എഴുതിയത് ONV സാർ. ഓക്കെ. ആരാ കൂടെ വന്നേക്കണേ? അച്ഛനും അമ്മയും അതാടിയിരിക്കുന്നത്. എന്താണ് അച്ഛനും അമ്മയും ചെയ്യുന്നത്? എന്താ ജോലി? അച്ഛൻ കെമിക്കൽ എഞ്ചിനീയർ ആണ്. കെമിക്കൽ എഞ്ചിനീയർ. ഓ മൈ ഗാഡ്. അമ്മ ഹൗസ് വൈഫ്. എങ്ങനെയാണ് ഈ കുഞ്ഞൂട്ടനെ മെയിൻറ്റെയിൻ ചെയ്യണത്? അതെ, കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ്. ആണോ? എന്താ ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം? ഏത് തരത്തിലാ ബുദ്ധിമുട്ടിക്കുന്നത്? കേൾക്കൂല, അടങ്ങിയിരിക്കൂല. ഒന്നും പറഞ്ഞ കേൾക്കൂല, അടങ്ങിയിരിക്കൂലെന്ന്. പിന്നെ വെറുതെ അല്ല സ്കൂൾ ലീഡർ ആക്കിയത്. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ക്ലാസ്സിൽ ഭയങ്കര വികൃതിയായിട്ടുള്ള എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്ന ആളെ പിടിച്ച് ക്ലാസ് ലീഡർ ആക്കും. ക്ലാസ് ലീഡർ ടീച്ചർമാരല്ലേ തീരുമാനിക്കല്, പക്ഷെ സ്കൂൾ ലീഡർ എല്ലാരും വോട്ട് ചെയ്യുന്നല്ലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. ഒരു 5 സെക്കൻഡ് തരൂ. അതെ. അപ്പൊ അങ്ങനെ കുറച്ച് വികൃതികളായിട്ടുള്ള കുട്ടികളെ ചിലപ്പോൾ ക്ലാസ് ലീഡർ ആക്കാറുണ്ട് ചില ടീച്ചർമാര്. എന്താ വെച്ചാൽ അവര് ക്ലാസ് ലീഡർ എന്ന് പറയുമ്പോ അവര് ഭയങ്കര ഒരു അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്ന് ചിന്തിച്ച് അങ്ങനെ ചിന്ത വരുമ്പോ അവര് നന്നാവും എന്ന് വിചാരിച്ചിട്ട്. അച്ഛന്റെ അമ്മയുടെ എക്സ്പെക്ടേഷൻ എന്താ? ആദ്യമായിട്ട് പാടാൻ പോവല്ലേ ടോപ്പ് സിംഗറിന്റെ ഫ്ലോറില്? വളരെ സന്തോഷാണ്. ഈ ഫ്ലോറിൽ പാടണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അവന്റെ മൂത്ത ആളെയും കൊണ്ട് നമ്മൾ ഈ ഓഡിഷനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ആണോ? മൂത്താളുടെ പേരെന്താ? നന്ദകിഷോർ. അന്നേരം ഓഡിഷന് ഒന്നും കിട്ടില്ല. അവന്റെ വോയിസ് ചേഞ്ച് ചെയ്യുന്ന ടൈം ലേറ്റ് ആയി പോയി. നന്ദു ഇതുപോലെ അല്ലേ, നല്ല പയ്യനാണല്ലേ? നന്ദു ഇവന്റെ അത്ര വികൃതിയല്ല. ഇന്ന് വീട്ടിൽ പോയി ചേട്ടൻ ഒരു ഇടി ഉറപ്പ്. ഒന്നും അറിയാത്ത നാളെ അമ്മ പറയും അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല ഇനി വരുമ്പോ. പക്ഷെ ആള് വികൃതി ആണെങ്കിലും നന്നായിട്ട് പഠിക്കും. ആണല്ലേ? അങ്ങനെ ഒരു സന്തോഷമുണ്ട്, സമാധാനം. അതുകൊണ്ട് ടീച്ചേഴ്സിനെല്ലാം വലിയ കാര്യമാണ്. വികൃതി കളിച്ചു കഴിഞ്ഞാലും ടീച്ചേഴ്സ് അത്ര കാര്യമായിട്ട് എടുക്കാറില്ല, വഴക്കൊന്നും പറയാറില്ല. അതാണ് അവന്റെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് ശരി. അപ്പൊ നമുക്കും അതുപോലെ ചെയ്യാം. അതെ, എങ്ങനെയാ വെച്ചാൽ കുഞ്ഞൂട്ടന്റെ പാട്ട് വലിയതായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതെ, ടീച്ചേഴ്സ് ചെയ്യുന്നതൊക്കെ ചെയ്യാം. വലിയ കാര്യമായിട്ട് എടുക്കണ്ട അല്ലേ? വലിയ കാര്യമായിട്ട് എടുക്കണം. അതെ, പഠിക്കാം. പിന്നെ തുടങ്ങാം. ഐശ്വര്യ തുടങ്ങിക്കോ. ഫസ്റ്റ് സോങ് അല്ലേ? യുവർ ഫസ്റ്റ് സോങ്. ഓൾ ദി ബെസ്റ്റ്. കണ്ണുനീർ തുടയ്ക്കാതെ
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. മോൻ പാടിയത് കേട്ടിട്ട് മനസ്സിൽ നല്ല സന്തോഷം തോന്നി. ആ. കാരണം ഈ ഫ്ലോറിൽ ആദ്യമായിട്ട് പാടാണ്. ആ. നമ്മള് ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഫ്ലോറാണ്. ശരി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്ലോറിൽ ഇത്രയും പ്രഗത്ഭരായ ജഡ്ജസിന്റെ മുന്നിൽ പാടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അമ്മയ്ക്കോ? അവിടെ കണ്ടപ്പോ തന്നെ കണ്ണു നിറഞ്ഞു. ഈ വേദിയിൽ കണ്ടപ്പോ സന്തോഷായി. അല്ലേ? അതെ, എല്ലാ പാരന്റ്സിന്റെയും അതെ. വലിയൊരു ആഗ്രഹമാണ് അവരുടെ കുട്ടികള് തീർച്ചയായിട്ടും. പിന്നെ അതെ, അതൊരു അതെ. ലക്കല്ലേ, ചേട്ടനെയും കൊണ്ട് വന്നു ആദ്യ അതെ അതെ സമയത്ത്. അതെ പിന്നെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് കിട്ടിയില്ല. പിന്നെ അങ്ങനെ ഒരു ലക്ക് അനിയന് വരുന്നു, അതെ എന്നിട്ട് തീർച്ചയായിട്ടും. അവരൊന്നിച്ച് ഫ്ലോറിൽ വരുന്നു. Definitely അതൊരു yes. സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? അതെ. മീൻകുട്ടാ, എന്തോ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എന്താ വെച്ചാ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുമ്പോഴത്തേക്കും ചിലപ്പോഴെങ്കിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പല റിയാലിറ്റി ഷോയിലും, അതായത് ഇത് ദാസേട്ടനെ പോലെ പാടിയില്ല, ഉം. അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ പാടിയത് ആരാണോ അവരെ പോലെ പാടിയില്ല. അതെങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അത് സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ദാസാറുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട ഒരു ഏരിയ അല്ല, അറീന അല്ല ഇത്. ഉം. ഇവിടെ ഈ കുഞ്ഞ് ഇത്രയും ടാലന്റ് വെച്ചിട്ട് ഈ വയസ്സിൽ ഇത് ഇത്രയും ഹൃദ്യമായിട്ട് പാടുന്നില്ല. തീർച്ചയായിട്ടും. അതിനാണ് ഒരു വലിയൊരു കൈഡി കൊടുക്കേണ്ടത്. അപ്പൊ മാർക്ക് വേണ്ടല്ലോ. മാർക്ക് വേണം. എത്ര മാർക്ക് വേണം? അതിന്റെ ഒരു ഗസ് ഏകദേശം ഗസ് പറഞ്ഞു. വന്ന് ഇത്രയും സീസൺ ഒക്കെ കണ്ടു, അതെ. എന്നിട്ട് ഇവിടെ വന്ന് പാടി, അപ്പൊ എത്ര മാർക്ക് കിട്ടുമായിരിക്കും? ഒരു 96 മുകളിൽ വേണമെന്നുണ്ട്. ഓ, മേള് എല്ലാരും 96 പിടിച്ചിരിക്കുന്നത്. 96 ആണ് അവരുടെ. 96 മുകളിൽ വേണം അല്ലേ? മുകളിലോട്ട്. ജഗത്തിന്റെ ചേട്ടനാണെങ്കിൽ എത്ര മാർക്ക് തരും? ഒരു 24. അങ്ങനെയൊന്നുമില്ല, 100-ലോ? ഒരു 94 92 തരും. ഓക്കെ, നമ്മൾ തരാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് ഉം. ചിയാൻബേ. എന്ത്? ഹിന്ദി പഠിച്ചിട്ടില്ലേ? ഇല്ല. ചിയാൻബേ. ചിയാൻബേ. വാട്ട് ഇസ് ചിയാൻബേ? അറിയില്ല. It is 96. Oh. My son. ആകാശം മഞ്ഞു തൂവുന്ന പോലെ